കയറി നിൽക്കുന്ന കുന്ന് അതിന് ദൂരെ, അതാണ് ജബലുർ റുമാത്ത് എന്ന് പറയുന്നത്, അമ്പെയ്ത്തുകാരുടെ കുന്ന്. ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ യുദ്ധത്തിൻ്റെ ഒരു ദിശയും അതിൻ്റെ ഘടനയൊക്കെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ കൂടെയുള്ള 700 സഹാബാക്കൾ, ഈ യുദ്ധത്തിൽ ഇസ്ലാമിക പക്ഷത്തുള്ളത് 700 ആൾക്കാരാണ്. 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. മദീനയിൽ നിന്ന് 1000-ഓളം ആളുകൾ പുറപ്പെട്ടിരുന്നു. പക്ഷെ മാർഗമധ്യേ 300-ഓളം വരുന്ന മോനെ അത് കറക്കാൻ പാടില്ല. മാർഗമധ്യേ 300-ഓളം വരുന്ന കപടവിശ്വാസികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്തിരിഞ്ഞു പോയി. കേട്ടിട്ടില്ല, മുനാഫിക്കുകളൊക്കെ മടങ്ങിപ്പോയി. അങ്ങനെ ബാക്കിയുള്ള 700 ആൾക്കാരുണ്ട്. ഈ 700 സഹാബാക്കളുമായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ, ശവ്വാൽ 7-ാം തീയതി ശനിയാഴ്ച രാവിലെയാണ് യുദ്ധം നടക്കുന്നത്. എന്നിപ്പോൾ ഒരു ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇതുപോലെ ഒരു ശനിയാഴ്ച രാവിലെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി പ്രവാചകൻ അവിടുന്ന് പുറപ്പെട്ടിരിക്കണം. എന്നിട്ട് മാർഗമധ്യ ഒരു സ്ഥലത്ത് പ്രവാചകൻ തങ്ങി. ആ രാത്രിയിലാണ് ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് 300 ആൾക്കാർ പിന്തിരിഞ്ഞു പോയത്. പിന്നെ നേരം വെളുക്കുമ്പോൾ ആകെ 700 ആൾക്കാരേ ഉള്ളൂ. ഈ 700 ആൾക്കാരുമായി മദീന കിടക്കുന്നത് അതാ ഭാഗത്ത്, അവിടുത്തെയാണ് മസ്ജിദ് നബവി കേട്ടോ. അവിടെ മിനാരങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രവാചകൻ രാവിലെ പുറപ്പെട്ട് വന്ന് അപ്പുറത്ത് കൂടെ നമ്മളിങ്ങനെ വന്ന് ആ വാദിയൊക്കെ എന്ന് പറയുന്ന നദിയൊക്കെ മുറിച്ച് കിടന്ന് നബിയും 700 സഹാബാക്കളും വന്നു നിന്നത് ഈ താഴ്വരയിലാണ്. കാരണം റസൂൽ നിന്ന സ്ഥലത്താണ്. എങ്ങനെ നിന്നത് എന്ന് ചോദിച്ചാൽ ഉഹദ് പർവ്വതം പ്രവാചകന്റെ പിന്നിൽ വരുന്ന രീതിയിലാണ്. അപ്പോൾ ഉഹദ് പർവ്വതം പിന്നിൽ വരണമെങ്കിൽ മുസ്ലിം സൈന്യം ഇങ്ങനെയാണ് നിന്നിട്ടുള്ളത്. അങ്ങോട്ട് തിരിഞ്ഞല്ല, എല്ലാവരും ഉഹദിനെ പിന്നിലാക്കിക്കൊണ്ട് ഇസ്ലാമിക സൈന്യം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അഥവാ ഇസ്ലാമിൻ്റെ എതിരാളികളായ 3000-ഓളം വരുന്ന ഖുറൈശികൾ, അവർ 3000 ആളുകളുണ്ട്. മുസ്ലിങ്ങളുടെ എത്രയോ മടങ്ങ് കൂടുതലാണ്. ഈ 3000-ഓളം വരുന്ന അബൂ സുഫിയാനും അബൂ സുഫിയാൻ്റെ കൂടെയുള്ള 3000 വരുന്ന ശത്രുസേനയും വന്നു നിന്നിരുന്നത് ആ ഭാഗത്തായിരുന്നു. കാരണം അവർ മുഴുവനായിട്ട് അവിടെ വിശാലമായ ഇതുപോലത്തെ ഒരു ഒഴിഞ്ഞ താഴ്വരയാണ്. അപ്പോൾ അവിടെ 3000-ഓളം വരുന്ന സൈന്യം വന്ന് നിൽക്കുന്നത് കണ്ടപ്പം റസൂൽ അവിടുന്ന് വന്നിട്ട് റസൂൽ അവരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക സൈന്യത്തെ ഇവിടെയും കൊണ്ടുവന്ന് നിർത്തി. മുസ്ലിം സൈന്യം ഇവിടെ നിൽക്കുന്നു, ശത്രുക്കൾ അവിടെ നിൽക്കുന്നു. ഇനി യുദ്ധം നടക്കാൻ പോവുകയാണ്. കാരണം ശത്രുക്കളെല്ലാം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും, മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കയറും. അങ്ങനെ ഈ ജബലുർ റുമാത്തിന്റെ താഴ്ഭാഗത്ത്, ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗത്താണ് പ്രധാനമായും യുദ്ധം നടക്കുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു ചോദിച്ചാൽ ഇസ്ലാമിക സൈന്യത്തിന്റെ ഇടതുഭാഗത്തായിട്ടാണ് ഈ കുന്ന് വരുന്നത്. ഈ കുന്നാണ് വളരെ പ്രധാനം. അപ്പം ശത്രുസേന ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പം അബൂ സുഫിയാന്റെയും സൈന്യത്തിന്റെയും വലതുഭാഗത്താണ് ഈ കുന്ന് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് യുദ്ധം ചെയ്താൽ മതി. പക്ഷേ തന്ത്രശാലിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുന്ന് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു അപകടക്കെണിയായി മാറിത്തീരാൻ സാധ്യതയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നബി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ കുന്നിൻ്റെ മുകളിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് 50-ഓളം വരുന്ന അമ്പെയ്ത്തുകാരെ വേർതിരിച്ചെടുത്തു. വില്ലാളികളായ അമ്പെയ്ത്തുകാരായ 50 സഹാബാക്കളെ, ഈ 50 സഹാബാക്കളെ വേർതിരിച്ചെടുത്തിട്ട് അമ്പും വില്ലും ഒക്കെ കൊടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിൻ്റെ മുകളിൽ 50 ആൾക്കാരെ പ്രവാചകൻ ശത്രുസേനക്ക് അഭിമുഖമായി പ്രവാചകൻ വിന്യസിച്ചു. ശത്രുക്കൾക്കെതിരെയാണ് അവർ നിർത്തുന്നത്. അപ്പം അങ്ങനെ പ്രവാചകൻ നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക സൈന്യം മുഴുവനായി ശത്രുക്കളുടെ അടിയിലേക്ക് ഈ താഴ്വരയിലേക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അപ്പം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവനും ശൂന്യമാകും, ഒഴിയും. കാരണം മുസ്ലിം സൈന്യം മുഴുവൻ ഇവിടേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശത്രുക്കൾ ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ ഭാഗമാണത്. അവരിൽ ചില ആളുകൾ മുസ്ലിങ്ങൾ അറിയാതെ ആ കുന്നിനപ്പുറത്തുകൂടെ മുസ്ലിങ്ങളെ പിന്നിലേക്ക് വന്നിട്ട് മുസ്ലിങ്ങളെ പിന്നിലൂടെ ആക്രമിച്ച് കളയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ കണക്ക് കൂട്ടി. അപ്പോൾ അങ്ങനെ ആ കുന്നിനപ്പുറത്തുകൂടെ മുസ്ലിങ്ങളുടെ പിന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആൾക്കാരെ നിർത്തിയത്. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുന്നിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കുന്ന് ചുറ്റി ഖുറൈശികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് രണഭൂമിയിലേക്ക് ഒന്നിച്ച് തുരുതുരെ അമ്പെയ്യണം. അങ്ങനെ അമ്പെയ്തിട്ട് ശത്രുക്കളെ അവരുടെ പടനിലങ്ങളിലേക്ക്, എവിടെയാണോ അവർ ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ എല്ലാവരെയും ഓടിക്കണം. ഒരു കാരണവശാലും ആ കുന്നിനപ്പുറത്തുകൂടെ ഞങ്ങളുടെ പിന്നിലേക്ക് ശത്രുക്കളെ വിടരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. കാരണം നിങ്ങൾക്കാണത് ശ്രദ്ധിക്കാൻ കഴിയും. യുദ്ധം തുടങ്ങിയാൽ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല, അതിൻ്റെ പിന്നിലൂടെ ചുറ്റുന്ന ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, രണഭൂമിയിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ അനുമതി കിട്ടാതെ ആ കുന്നിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങരുതെന്ന് പ്രവാചകൻ കർശനമായി പറഞ്ഞിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും. എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, ഞങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങൾ കാണുന്നു, ശത്രുക്കൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കീറി ഛിന്നഭിന്ന
ഛിന്നഭിന്നമാക്കുന്നു. ഈ വെട്ടിക്കീറപ്പെട്ട ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് കഴുകന്മാർ പറന്നിറങ്ങുന്നു. ഈ കഴുകന്മാർ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ റാഞ്ചി പറക്കുന്നത് നിങ്ങൾ കണ്ടാൽ പോലും എൻ്റെ കൽപ്പന കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും താഴേക്ക് നിങ്ങൾ ഇറങ്ങാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ രണഭൂമിയിൽ എന്ത് സംഭവിച്ചാലും ഇറങ്ങരുതെന്നാണ് പറഞ്ഞർത്ഥം. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കൃത്യമായ നിർദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കലും ഇറങ്ങരുത് എൻ്റെ കൽപ്പന കിട്ടാതെ എന്ന് പറഞ്ഞ് 50 ആൾക്കാർ അവിടെ നിർത്തി. പിന്നെ ബാക്കി എത്ര സഹാബാക്കളുണ്ടാവും? 650 സഹാബാക്കളുണ്ടാവും. ഈ 650 സഹാബാക്കളും നബിയും ഇവിടെ യുദ്ധസജ്ജരായി നിന്നു. 3000-ഓളം വരുന്ന ശത്രുക്കൾ അവിടെയും നിന്നു. അങ്ങനെ ശനിയാഴ്ച പ്രഭാതത്തിൽ യുദ്ധം ആരംഭിച്ചു. ഈ 350-ഓളം വരുന്ന 650-ഓളം വരുന്ന സഹാബാക്കൾ ശത്രുക്കളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇടിച്ചിറങ്ങി. ശത്രുക്കളെല്ലാം അവിടുന്ന് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങോട്ട് വന്നു. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം. ഈ പോരാട്ടത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാ യുദ്ധങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇസ്ലാമിക സൈന്യം പതിയെ പതിയെ വിജയത്തിലേക്ക് കുതിച്ചു. അങ്ങനെ മുസ്ലിം സൈന്യം വിജയിച്ചു. ശത്രുക്കളെ എല്ലാം ഛിന്നഭിന്നമായി. അങ്ങനെ ചിന്നിച്ചിതറി ശത്രുസേന മുഴുവനായി പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അങ്ങനെ പിന്തിരിഞ്ഞോടുമ്പം മുസ്ലിം സൈന്യം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങളെല്ലാം അവസാനത്തെ ആളും രണഭൂമിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക സൈന്യം വിജയിച്ചിരിക്കുന്നു. ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ശത്രുക്കൾ രണഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ സമ്പത്ത്, ഇതിന് ഗനീമത്ത് സ്വത്ത് എന്നാണല്ലോ പറയാം. ഈ സമ്പത്ത് രണഭൂമിയിൽ ഒരുപാട് ഇടങ്ങളിൽ ചെതറിക്കിടക്കുന്നുണ്ട്. ഈ സമ്പത്ത് വിജയികളായ മുസ്ലിം പട്ടാളം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ സമ്പത്തെല്ലാം വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിച്ച പലരും ശത്രുക്കളുമായി അവസാനത്തെ യുദ്ധം പരമാവധി മുന്നോട്ട് കയറി ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഗനീമത്ത് സ്വത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാര് കാണുന്നുണ്ട്? അതിൻ്റെ മുകളിൽ നിർത്തിയിരിക്കുന്ന 50-ഓളം വരുന്നത്. ഞാൻ അവർക്ക് പ്രത്യേക പണിയൊന്നുമില്ല. അവരിങ്ങനെ അമ്പൊക്കെ ആയിട്ട് ശത്രുക്കൾക്കെതിരെ നോക്കി നിൽക്കുകയാണ്. ശത്രുക്കൾ പരാജയപ്പെടുന്നു, ശത്രുക്കളെല്ലാം തോറ്റോടുന്നു. ഇതൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ഗനീമത്ത് വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടതോടുകൂടി അവർക്ക് തോന്നിപ്പോയി, ഇനി നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ശത്രുക്കൾ ഒരിക്കലും അവിടുന്ന് പിന്തിരിഞ്ഞ് അതിൻ്റെ പിന്നിലൂടെ നിന്ന് വരാനൊരു സാധ്യതയുമില്ല എന്നൊക്കെ അവർക്ക് തോന്നുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഭൂരിഭാഗം ആൾക്കാരും രണഭൂമിയിലേക്ക് ഓടിയിറങ്ങുകയും അവരും മറ്റുള്ളവരെ പോലെ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിൽ പങ്കാളികളായി തീരുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ശത്രുസേന. ആ ശത്രുസേനയിൽ അന്ന് ഉണ്ടായിരുന്ന, എന്നാൽ പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ഒരുപാട് യുദ്ധങ്ങളിൽ ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ലോക ചരിത്രം കണ്ട എക്കാലത്തെയും പ്രതിഭാധനനായ സൈന്യാധിപൻ ആരാണ്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം ശത്രുക്കളുടെ പടനായകനാണ്. ശത്രുക്കളുടെ 200-ഓളം വരുന്ന കുതിരപ്പടയുടെ നേതാവാണ്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ട് ഓടുമ്പം തന്ത്രശാലിയായ ഖാലിദ് ഈ കുന്നിലേക്ക് നോക്കി. ഈ കുന്നിലേക്ക് നോക്കുമ്പോൾ ഖാലിദ് കാണുന്നത് ഈ കുന്നിൽ നിന്ന് ആളുകളെല്ലാം താഴേക്ക് ഇറങ്ങിയതാണ്. ഇത് ഖാലിദ് കണ്ടതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 200-ഓളം വരുന്ന കുതിരപ്പടയെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി. ആ കുതിരപ്പടയുമായി നേരെ മുസ്ലിങ്ങൾ അറിയാതെ ഈ കുന്നിനപ്പുറത്തേക്ക് വന്നു. എന്നിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന 10 സഹാബാക്കളെ, അപ്പോൾ 50 ആൾക്കാരിൽ എത്ര ആൾക്കാർ ഇറങ്ങി പോകുന്നത്? 40 ആൾക്കാർ. 10 സഹാബാക്കൾ മാത്രമേ പിന്നെ അവിടെ ഇവിടേക്ക് ആയിട്ടുള്ളൂ. ഈ 10 സഹാബാക്കൾ ആ കുന്നിൻ്റെ മുകളിൽ കയറി നിഷ്പ്രയാസം അതിൻ്റെ മുകളിൽ നിന്ന് വധിച്ചു കളഞ്ഞു. എന്നിട്ട് ഖാലിദും ഖാലിദിൻ്റെ 200-ഓളം വരുന്ന കുതിരസൈന്യവും ഒരു കൊടുങ്കാറ്റ് പോലെ അതിനപ്പുറത്തുകൂടെ ഇസ്ലാമിക സൈന്യത്തിൻ്റെ പിൻഭാഗത്തേക്ക് കടന്നു. ഇത് മുസ്ലിങ്ങൾ അറിയുന്നേ ഇല്ല. അവർ ഗനീമത്ത് വാരി കൂടുന്ന തിരക്കിലാണ്. ഈ ഗനീമത്ത് വാരി കൊണ്ടുകിടുമ്പോഴാണ് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ശത്രുക്കളുടെ ആക്രമണം. ഈ ആക്രമണം എന്ന് മുസ്ലിങ്ങളാകെ ഞെട്ടിപ്പോയി. അവർ തിരിഞ്ഞു നോക്കുമ്പം അവർ കാണുന്നത് പിന്നിൽ ശത്രുക്കൾ നിൽക്കുന്നതാണ്. ഇതോടുകൂടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കയ്യിലുള്ള ഗനീമത്തൊക്കെ വലിച്ചെറിഞ്ഞ് മുസ്ലിങ്ങളെല്ലാം കിട്ടാവുന്ന ആയുധങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ഇസ്ലാമിക സൈന്യം മുഴുവൻ തിരിഞ്ഞു നിന്ന് ശത്രുക്കൾക്കെതിരെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ശത്രുക്കൾ ഇതിലെ വന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി പിന്തിരിഞ്ഞു പോകുന്ന ബാക്കിയുള്ള ഖുറൈശികൾ, ഞാൻ പറഞ്ഞു 3000 ആൾക്കാരുണ്ട്. ഈ 3000-ൽ 200 ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളൂ. അബൂ സുഫിയാനും സംഘവും കുറേ ഓടി. അബൂ സുഫിയാൻ തിരിഞ്ഞു നോക്കുമ്പം അബൂ സുഫിയാൻ കാണുന്നത് മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നതല്ല, മുസ്ലിങ്ങളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നതാണ് അബൂ സുഫിയാൻ കാണുന്നത്. ഇത് അബൂ സുഫിയാൻ കണ്ടതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ വലിയ സൈന്യത്തെ മുഴുവനും ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി ആ മഹാസൈന്യവുമായി വീണ്ടും രണഭൂമിയിലേക്ക് മടങ്ങി വന്ന് മുസ്ലിങ്ങളുടെ പിന്നിൽ നിന്ന് അബൂ സുഫിയാൻ ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യുമ്പം പിന്നിൽ നിന്നാണ് ആക്രമണം. ഇതോടുകൂടി മുസ്ലിങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യും. ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യുമ്പോൾ ഖാലിദും സംഘവും പിന്നിലൂടെ വരും. ഇങ്ങനെ 2 ദിശയിൽ നിന്നും ഇസ്ലാമിക സൈന്യത്തിനെതിരെ കനത്ത ആക്രമണം വന്നു. ഈ ആക്രമണമാണ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. അങ്ങനെ വമ്പിച്ച പരാജയത്തിലേക്ക് വീണു. ഇസ്ലാമിക സൈന്യം മുഴുവനും ഛിന്നഭിന്നമായി ചെതറിപ്പോയി.
ഒരുപാട് സഹാബാക്കൾ വധിക്കപ്പെട്ടു. മൊത്തം 70 സഹാബാക്കൾ ഈ മണ്ണിൽ രക്തസാക്ഷികളായി. എന്തിനധികം മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാരമായ പരിക്ക് പറ്റി. ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ശത്രുക്കളുടെ ഇടയിൽ പെട്ടുപോയി. കാരണം നബിയെ സഹായിക്കാനൊന്നും രണഭൂമിയിൽ ആരുമില്ലാതെ ഇസ്ലാമിക സൈന്യം അപ്പാടെ ചെതറിപ്പോയി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ശത്രുക്കളുടെ ഇടയിൽ നബി അകപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നബി ഒറ്റക്ക് നിൽക്കുന്നത് ശത്രുക്കൾ കണ്ടതോടുകൂടി ശത്രുക്കളും പ്രവാചകനെ വളയുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ വളഞ്ഞിട്ട് അവർ മർദ്ദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പരിക്കേൽക്കുന്നത്. ഒരു ഖുറൈശി ഒരു വലിയ കല്ലെടുത്തിട്ട് നബിയുടെ നേരെ എറിയുന്നുണ്ട്. നബിയെ വധിക്കാൻ വേണ്ടി വലിയൊരു കല്ല് കൊണ്ട് നബിനെ എറിഞ്ഞു. ഈ കല്ല് വന്നിട്ട് നബിയുടെ മുഖത്ത് വന്ന് അടിക്കുകയും നബിയുടെ മുഖം തകരുകയും ആ കല്ലേറിലാണ് പ്രവാചകന്റെ മുഖം തകർന്ന് താഴെ നിരയിലെ അണപ്പല്ല് പൊട്ടി താഴെ തെറിച്ചു പോകുന്നത്. പിന്നെ അണപ്പല്ലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഒരു അണപ്പല്ല് പോയിക്കുന്നത് ഇവിടെ നിന്നുള്ള കല്ലേറിൽ നബിക്ക് നഷ്ടപ്പെട്ടതാണ്. അതുപോലെ അബ്ദുല്ലാഹിബ്നു കമിയ എന്ന പേരിൽ ഒരു ശത്രു നബിന്റെ പിന്നിലൂടെ ഓടി വന്ന് റസൂലിന്റെ ചുമലിൽ വാളുകൊണ്ട് ആഞ്ഞു വെട്ടുന്നുണ്ട്. നബിന്റെ ചുമലിൽ വളരെ ആഴത്തിൽ വെട്ടേൽക്കുന്നുണ്ട്. ഒരു ശത്രുക്കൾ നബിന്റെ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. നബിക്ക് നേരെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും. അതിൽ ഒരമ്പ് മുസ്ലിങ്ങൾക്കിടയിലൂടെ നബിന്റെ കവിളിലേക്ക് വന്ന് തറച്ചു എന്നാണ്. അപ്പോൾ നബിന്റെ കവിളിൽ ഒരു ആഴത്തിലൊരു അമ്പ് വന്ന് തറക്കുന്നുണ്ട്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾക്കെതിരെ പ്രവാചകൻ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ശത്രുക്കൾ കുഴിച്ചു വെച്ചിരുന്ന ഒരു കള്ളക്കുഴി, ഒരു ചതിക്കുഴി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ പുറമേക്ക് കുഴിയാണെന്ന് തോന്നുന്നത് ഒരു ചതിക്കുഴി. ഈ ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബദ്ധത്തിൽ കാലി തന്നെ വീണു. ആ വീഴ്ചയിൽ വലിയൊരു കുഴിയായിരുന്നു. ആ വീഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നബിൻ്റെ കാൽമുട്ട് ചെന്നിട്ട് അതിൻ്റെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. ആ ഭിത്തിയിൽ കാൽമുട്ട് ചെന്ന് ഇടിച്ചതോടുകൂടി നബിൻ്റെ കാൽമുട്ട് പൊട്ടുകയും തൽക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി പോവുകയും ചെയ്തു. അങ്ങനെ ബോധരഹിതനായി കവിളിൽ വെട്ടേറ്റ് കവിളിൽ അമ്പേറ്റ് ചുമലിൽ വെട്ടേറ്റ് മുഖം തകർന്ന് അള്ളാഹുവിൻ്റെ റസൂല് കാൽമുട്ട് തകർന്ന് ആ കുഴിയിൽ റസൂൽ മറിഞ്ഞു വീണപ്പം റസൂലിന് ബോധം നഷ്ടപ്പെട്ടു. അപ്പം നബിക്ക് ബോധം നഷ്ടപ്പെട്ട് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ശത്രുക്കൾ വിചാരിച്ചെന്താണെന്ന് ചോദിച്ചാൽ പലരും വധിക്കപ്പെട്ട് വീഴുന്നു, മുഹമ്മദും വധിക്കപ്പെട്ടു എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അവർ പറയുന്നത് കുത്തിലെ മുഹമ്മദുൻ, നബി വീണതോടുകൂടി മുഹമ്മദ് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രണഭൂമിയിലൂടെ പിന്നെ അവർ പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ്. കാരണം നബി വധിക്കപ്പെട്ട സന്തോഷത്തിൽ അവരിങ്ങോട്ട് സന്തോഷത്തോടെ മുഹമ്മദ് വധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സന്തോഷത്തോടെ ഓടുന്നുണ്ട്. ഈ വാക്ക് മുസ്ലിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം നബി കൂടി വധിക്കപ്പെട്ടു എന്ന് കേട്ടതോടുകൂടി മുസ്ലിങ്ങളുടെ അവസാനത്തെ ആത്മവീര്യം ചോർന്നുപോയി. അങ്ങനെ കനത്ത പരാജയത്തിലേക്ക് ഇസ്ലാം കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരിൽ ശത്രുക്കൾ തീർത്ത ഈ മരണക്കെണിയിൽ നിന്ന് നബിയെ രക്ഷിച്ചെടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരു അൻസാരി വനിതയാണ്. ആ വനിതയുടെ പേരാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. കേൾക്കണം, ഉമ്മു അമ്മാറ എന്നാണ് ശരിക്കും പറയാം. ഉമ്മു അമ്മാറ എന്ന് പറയുന്ന ഒരു സഹാബി വനിത ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നെത്തിയത്. ഉമ്മു അമ്മാർ ഇവിടെ വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതായിട്ട്, പരിക്കേറ്റ് വീഴുന്ന മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാനും അവരെ സഹായിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. അങ്ങനെ ഉമ്മമാറ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പം കയ്യിൽ ഒരു വെള്ളപ്പാത്രമൊക്കെ ആയിട്ട് ഉമ്മമാറ മുസ്ലിങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഴുന്ന പലർക്കും ഉമ്മമാറ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാൾ വീഴുമ്പോൾ ആൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അപ്പോഴത്തെ മറ്റൊരാൾ വീഴുമ്പോൾ ഉമ്മമാറ അവിടേക്ക് ഓടുന്നുണ്ട്. ഇങ്ങനെ വെള്ളപ്പാത്രമായിട്ട് ഉമ്മമാർ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മു അമ്മാറ അള്ളാഹുവിൻ്റെ പ്രവാചകനെ യുദ്ധമുന്നണിയിൽ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് കാണുന്നത്. അപ്പം നബി എങ്ങനെ കാണുന്നുണ്ട്, നബിയുടെ ചുറ്റും ശത്രുക്കൾ നബിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നു. ഏത് ഘട്ടത്തിലും പ്രവാചകൻ വധിക്കപ്പെടാം, പിന്നിലൂടെ ഒരാൾ ഓടി വന്ന് പ്രവാചകനെ വെട്ടുന്നു, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച ഉമ്മമാറിനെ കണ്ടതോടുകൂടി നബിയെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന്, നബി ഏത് ഘട്ടത്തിലും മരണപ്പെടാലോ എന്ന് ഉമ്മമാർ തിരിച്ചറിഞ്ഞൊരു നിമിഷത്തിലാണ് ഉമ്മമാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഉമ്മമാറിൻ്റെ കയ്യിൽ ഈ വെള്ളപ്പാത്രം ഉണ്ട്. ഈ വെള്ളപ്പാത്രം ഉമ്മമാർ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഉമ്മമാരുടെ അരക്കെട്ട് മുറുക്കിയെടുത്ത് പിന്തിരിഞ്ഞോടുന്ന ഒരു ഭടനിൽ നിന്ന് ഉമ്മമാർ റളിയല്ലാഹു അൻഹു ആയുധം തട്ടിയെടുത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഉമ്മമാർ കുതിച്ചു. എന്നിട്ട് ശത്രുക്കളെ പിളർത്തി പ്രവാചകന്റെ മുന്നിൽ ഉമ്മമാർ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉമ്മു അമ്മാറെ സംരക്ഷിച്ചത് എന്ന് യുദ്ധം കഴിഞ്ഞിട്ട് റസൂൽ പറയുന്നുണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാണ്, രണഭൂമിയിൽ ശത്രുക്കളുടെ ഇടയിൽ ഞാൻ പെട്ടുപോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, ചുറ്റുഭാഗം മുഴുവൻ ശത്രുക്കൾ നിറഞ്ഞിരിക്കുന്നു, ഏത് ഘട്ടത്തിലും ഞാൻ വധിക്കപ്പെടാം. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്നത് ശത്രുവലയത്തെ തകർത്ത് അതിനുള്ളിലൂടെ ഒരു പെണ്ണ് എൻ്റെ മുന്നിലേക്ക് ഓടി വരുന്നതാണ്. റസൂൽ പറഞ്ഞത് എങ്ങനെയാണ്, പടവാളുമായി ഒരു പെണ്ണിലേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പം ഉമ്മു അമ്മാറയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നബി പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോഴെല്ലാം ഉമ്മമാരെ കാണുമായിരുന്നു, ഞാൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉമ്മമാരെ കാണുമായിരുന്നു, ഞാൻ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉമ്മമാരെ കാണുമായിരുന്നു. ചില ഘട്ടങ്ങളിൽ പരിഭ്രാന്തിയോടുകൂടി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. ആ ഒരു ഘട്ടത്തിൽ ഞാൻ എവിടേക്ക് നോക്കിയാലും നോക്കുന്നിടത്തെല്ലാം ഞാൻ ഉമ്മമാരെ കണ്ടിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉമ്മമാർ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കല്ലേ ചെയ്തത്,
കാരണം ശത്രുക്കൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്നതാണ്. ഉമ്മമാരെ ഈ പടവാൾ കയ്യിലെടുത്തിട്ട് ഒരു ചിത്രശലഭം കണക്ക് പ്രവാചകന്റെ ചുറ്റും പാറി പറന്ന് പടവെട്ടി ശത്രുക്കൾ തീർത്ത മരണക്കെണിയെ തകർത്ത് തരിപ്പണമാക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ തിരിച്ചെടുത്തത് ഉമ്മമാറ റളിയല്ലാഹു അൻഹയാണ് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉമ്മമാറ റസൂല് വീഴുന്നത് കാണുന്നുണ്ട്. ഈ കുഴിയിലേക്ക് റസൂല് മറിഞ്ഞു വീഴുന്നത് കണ്ടതോടുകൂടി ഉമ്മമാറ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. യാ മാഷറൽ അൻസാർ, അൻസാറുകളെ എന്നൊക്കെ വിളിക്കാൻ കാരണം മദീനക്കാരിയാണ് കേട്ടോ. അൻസാറുകളെ നിങ്ങളെവിടെ? നിങ്ങളുടെ പ്രവാചകൻ അപകടത്തിൽ, പ്രവാചകനെ സഹായിക്കാൻ ഓടി വരൂ എന്ന് പറഞ്ഞ് ഉമ്മമാരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഉമ്മമാർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആ വാക്ക് സഹാബാക്കൾ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരു പെണ്ണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഈ വാക്കിന് കേട്ടതോടുകൂടി അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും സഹാബാക്കൾ എല്ലാവരും നബി നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു എന്നാണ്. എന്നിട്ട് വീണ് കിടക്കുന്ന ആ കുഴിയുടെ ചുറ്റും 10-30 സഹാബാക്കൾ വളഞ്ഞു നിന്നും അങ്ങനെ ആ കുഴിയിൽ നിന്ന് വീണ് കിടക്കുന്ന പ്രവാചകൻ അവിടുന്ന് താങ്ങിയെടുത്തു. മറ്റുള്ളവർ ശത്രുക്കളെ പ്രതിരോധിച്ചു. എന്നിട്ട് 9 സഹാബാക്കൾ നബിയെ ഈ കുഴിയിൽ നിന്ന് എടുത്തിട്ട് ഈ വഴിയിലൂടെ ഉഹദിൽ അവിടെ ഒരു ഗുഹ ഇന്നും കാണാൻ പറ്റും. ആ താഴ്വരയിലേക്ക് നബിനെ അവർ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അവിടെ ഒരു ഗുഹയിലാണ് പിന്നെ നബിയെ സംരക്ഷിച്ചു ചെയ്തിട്ടോ. അപ്പോൾ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്നത് 9 സഹാബാക്കളാണ് പ്രവാചകനെ ഇവിടെ നിന്ന് താങ്ങിയെടുത്തിട്ട് അവിടേക്ക് കൊണ്ടുപോയതെന്നാണ്. ഈ 9 ആൾക്കാർ നബിയെ ആ ഗുഹയിലെത്തിച്ചപ്പോഴേക്ക് 9 സഹാബാക്കളിൽ 7 സഹാബാക്കൾ മാർഗമധ്യ രക്തസാക്ഷികളായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെ നബീനെ കൊണ്ടുപോയത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടൊക്കെ നബീനെ അൻസാറുകളാണ് ഈ കൊണ്ടുപോയ 9 ആൾക്കാരുണ്ട്. 9 ആൾക്കാർ മദീനക്കാരാണ്. ആ 9 ആൾക്കാരിൽ 7 ആൾക്കാർ വധിക്കപ്പെട്ടു, 2 ആൾക്കാർ ബാക്കിയായി. അപ്പോഴേക്കും നബീൻ ആ ഗുഹയിൽ എത്തിച്ചു. നബി അവിടേക്ക് പിൻവാങ്ങിയതോടുകൂടി ഇസ്ലാമിക സൈന്യം മുഴുവനായി ആ മലമടക്കിലേക്കാണ് ഒതുങ്ങിയത്. മുസ്ലിം സൈന്യം ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് നബിൻ്റെ കൂടെ ഒതുങ്ങിയതോടുകൂടി രണഭൂമി ശത്രുക്കൾക്ക് സ്വന്തമായി. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ അതിക്രമങ്ങളും ചെയ്യാം. ഇതിനോട് ആരുമില്ല, നോക്കാനും പറയാനൊന്നും ആരുമില്ല. സഹാബാക്കളെ ശരീരങ്ങളൊക്കെ വെട്ടിക്കീറി വികൃതമാക്കി അബൂ സുഫിയാനും സംഘവും അക്ഷരാർത്ഥത്തിൽ വിജയം ആഘോഷിച്ച് സന്തോഷത്തോടെ അവരെല്ലാം അതിലാണ് അങ്ങോട്ട് പോയത്. ആ വഴിക്ക് അവർക്ക് പിന്തിരിഞ്ഞു പോയി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കഴിഞ്ഞ് നബിക്ക് ബോധം ഉണർന്ന് പിന്നെ കുറേ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി പിന്നെ പ്രവാചകൻ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ കാൽമുട്ട് പൊട്ടിയത് കാരണത്താൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ 2 സഹാബാക്കളെ വിളിച്ചിട്ട് അവരുടെ തോളിലൊക്കെ കൈവച്ച് വേച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സഹാബാക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന ഈ രക്തസാക്ഷികളുടെ ചോരയിൽ ചവിട്ടി റസൂൽ ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഓരോ മയ്യത്തുകൾ കാണണം. അപ്പോൾ നബി ഇങ്ങനെ ചോദിക്കും, ഇതാരാണ് അതാരാന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ച് നടക്കാൻ, മരണപ്പെട്ടവരാരാന്ന് അറിയാൻ വേണ്ടി. ഈ ഘട്ടത്തിലാണ് റസൂൽ ചോദിക്കാൻ തുടങ്ങിയത്, ഐന അമ്മി എന്ന് ചോദിക്കാൻ തുടങ്ങി. ഐന അമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതൃവൻ എവിടെ, എൻ്റെ പിതൃവൻ എവിടെ? ആരാണ് പിതൃവൻ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, നബിയുടെ കളിക്കൂട്ടുകാരനും നബിയുടെ എല്ലാമായ ഈ ലോകത്ത് പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയങ്കരനായ പിതൃവൻ അള്ളാഹുവിൻ്റെ സിംഹം ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ നബിക്ക് ഭയങ്കര ആശങ്കയായി. നബി ഇങ്ങനെ എവിടെ എൻ്റെ പിതൃവൻ, ഹംസക്ക് എന്ത് പറ്റി? മാ ഫഅല ഹംസ എന്നാ, ഹംസക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് നബി ഇങ്ങനെ നടന്നു. അങ്ങനെ പ്രവാചകൻ നടന്നു നടക്കണം ആ ഭാഗത്തെത്തി. അപ്പോൾ ആ പള്ളി നിൽക്കുന്ന ആ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു ശരീരം കിടക്കുന്ന റസൂൽ കണ്ടു. ആ ശരീരമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം എന്ന് പറയുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ ആകെ വികൃതമാക്കി എന്നൊക്കെ അറിയാലോ സംഭവമൊക്കെ. ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചത് ആരാണ്? വധിച്ച ആളുടെ പേര് വഹ്ഷി എന്ന് പറയുന്നവർ. അയാളുടെ പ്രത്യേകത എന്തായിരുന്നു? ചാട്ടുളി എറിയാനുള്ള കഴിവെന്നാണ്. വഹ്ഷി ചതിപ്രയോഗത്തിലാണ് വീഴ്ത്തുന്ന ഹംസ നേരിട്ട് വെട്ടി പരിക്കേൽപ്പിക്കല്ലേ ചെയ്തത്. കാരണം നേരിട്ട് ഹംസയുമായി ഏറ്റുമുട്ടിയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന് അവർക്കറിയാം. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഹംസ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞു നിൽക്കുക, എന്നിട്ട് ചതിപ്രയോഗം. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വീഴ്ത്താൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വഹ്ഷിനെ കൊണ്ടുവന്നത്. അങ്ങനെ വഹ്ഷി പറയുന്നുണ്ട്, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഞാൻ ഹംസയെ തെരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ ഹംസ നിൽക്കുന്നത് കണ്ടു. ഹംസ തൻ്റെ മുന്നിൽ വരുന്ന സകലരെയും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളും തരവും നോക്കാതെ ശത്രുക്കളെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തുന്നത് ഞാനിങ്ങനെ ദൂരം നിന്ന് കണ്ടു എന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹംസ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല, അടുത്ത അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ വഹ്ഷി പറയുന്നുണ്ട്, ഞാനൊരു കല്ലിനൊക്കെ മറവിൽ ഇങ്ങനെ ഞാൻ ഒളിച്ചു നിന്നു എന്നാണ്. ഞാൻ ഒളിച്ചു നിന്നിട്ട് ഹംസ റളിയല്ലാഹുവിൻ്റെ നാഭിക്ക് നേരെ ഞാനിങ്ങനെ ഉന്നം പിടിച്ചു എന്നാണ്. ആ കുന്തം കൊണ്ട് ഇങ്ങനെ ചാട്ടുളി കൊണ്ട് ഉന്നം പിടിക്കാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനത് ഉന്നം പിടിച്ചെറിഞ്ഞാൽ ഇതൊരിക്കലും പഴക്കുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അസാമാന്യ കഴിവുള്ള ആളാണ് ഈ വഹ്ഷി. അയാൾ ഉന്നം പിടിച്ചെറിഞ്ഞാൽ കൊള്ളേനെടുത്തത് കൊള്ളുന്നതാണ്. വഹ്ഷി പറയുന്നു, ഞാൻ നാഭിക്ക് നേരെ ഉന്നം പിടിച്ചു, എന്നിട്ട് ഹംസയുടെ നാഭിക്ക് നേരെ ഞാൻ ആ ചാട്ടുളി എറിഞ്ഞു. ദൂരെ നിന്ന് എറിയുന്നത്. വഹ്ഷി പറയുന്നുണ്ട്, ആ ചാട്ടുളി പറന്ന് ചെന്ന് ഹംസയുടെ നാഭിക്ക് കൊണ്ടുവന്നാണ്. നാഭി തുളച്ച് ശരീരത്തിൻ്റെ മറുഭാഗത്തേക്ക് ആ അമ്പുങ്ങിട്ട് ആ ചാട്ടുളിന് കയറി വന്നു. അപ്പോൾ അതിന് കയറിയതോടുകൂടി ഹംസ റളിയല്ലാഹു സ്തബ്ധനായി നിന്നുപോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹംസ റളിയല്ലാഹു ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതാരാണ് എറിഞ്ഞതെന്ന് അറിയാൻ വേണ്ടി എന്നെ നോക്കിയത്. അപ്പോൾ എന്നെ കണ്ടപ്പം ഹംസ റളിയല്ലാഹു എൻ്റെ നേരെ നടക്കാൻ ശ്രമിച്ചു.
പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ നേരെ നടക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു 2-3 കാലടി എൻ്റെ നേരെ വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം വെച്ചു എന്നാണ്. പക്ഷെ പിന്നെ അദ്ദേഹത്തിന് വെക്കാൻ കഴിയില്ല, അടുക്കാൻ പറ്റാതെ എനിക്കറിയുന്ന ഇത് കയറി കഴിഞ്ഞിരിക്കണം. അങ്ങനെ രണഭൂമിയിൽ ഹംസ റളിയല്ലാഹു വീഴുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അവിടെ കടന്ന് അദ്ദേഹം പെടഞ്ഞ് രക്തസാക്ഷിയാവുമെന്ന് ഞാനിങ്ങനെ നോക്കി നിന്നു. രക്തസാക്ഷിയായി എന്ന് ഉറപ്പായപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ചെന്നിട്ട് ആ നാഭിയിൽ തുളഞ്ഞു കയറി നിൽക്കുന്ന ആ ചാട്ടുളി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഞാൻ ഊരിയെടുത്തിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് കൂടാരങ്ങളിലുണ്ട്. ഹിന്ദാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ, ഒക്കെ അറിയില്ലേ? അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദാണ് ഈ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത്. ഹിന്ദിൻ്റെ അടുത്ത് ഞാൻ കൂടാരത്തിൽ ഹിന്ദിൻ്റെ അടുത്ത് ചെന്നിട്ട് ഹിന്ദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പണി ചെയ്തിരിക്കണം, ഹംസയെ ഞാൻ വധിച്ചിരിക്കുന്നു. ആ ചാട്ടുള്ളി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് രക്തത്തുള്ളികൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഹംസയുടെ രക്തം, ഞാൻ വധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിന്ദാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഒരു കൊല്ലമായി കാത്തു നിൽക്കുകയാണ്. ആ വാക്കിന് കേട്ടതോടെ ഹിന്ദ് പറഞ്ഞു, ഹംസ എവിടെ കിടക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ വൈശ്യ ഇങ്ങനെ ഹിന്ദിൻ്റെ കൈ പിടിച്ചിട്ട് ഹിന്ദിനെ അവിടേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ഇതാ ഹംസ കിടക്കുന്നു. ഹംസ റളിയല്ലാഹു അങ്ങനെ കിടക്കുന്നതിൻ്റെ അടുത്ത് ഹിന്ദ് ഇരുന്നിട്ട് ഹിന്ദ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു കടാരി ഉണ്ട്. ഈ കടാരി ഹിന്ദ് പുറത്തെടുത്തിട്ട് ഈ കടാരി കൊണ്ട് റസൂലിൻ്റെ പിതൃവിൻ്റെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തു, മൂക്ക് ചെത്തിയെടുത്തു, ചെവി അരിഞ്ഞെടുത്തു, നാവ് പിഴുതെടുത്തു, വയറ് വിലങ്ങനെ കീറിയിട്ട് കുടൽമാലകളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഈ കണ്ണും കാതും മൂക്കും നാവൊക്കെ അരിഞ്ഞ് അതൊരു മാലയിൽ കോർത്തു എന്നാണ്. മാല ഉണ്ടാക്കിയിട്ട് ആ മാല കഴുത്തിലിട്ടിട്ട് അബൂ സുഫിയാന്റെ പെണ്ണ് ഇവിടെ തുള്ളിച്ചാടാൻ തുടങ്ങിയതാണ്. എന്നിട്ടും മനുഷ്യൻ തീരാഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ റസൂലിൻ്റെ പിതൃവിൻ്റെ മാറ് പുലർത്തി അതിനുള്ളിൽ നിന്ന് കരള് പുറത്തെടുത്തിട്ട് ആ കരള് വായിലിട്ട് കടിച്ച് ചവച്ച് കാർക്കിച്ച് തുപ്പി കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നവർക്ക് അത്രമാത്രം പ്രതികാരം അവർക്ക് അംസാറുകൾ ഉണ്ടായിരുന്നു. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നതേ മറ്റൊരു ശരീരത്തോടും ചെയ്യാത്ത അക്രമം തൻ്റെ പിതൃവിനോട് ചെയ്തിരിക്കുന്നു. കണ്ണും കാതും മൂക്കൊന്നുമില്ലാതെ ഇങ്ങനെ കുടൽമാലോടൊക്കെ പരിചറിയപ്പെട്ട് തൻ്റെ പിതൃവൻ ജീവനേക്കാൾ താൻ സ്നേഹിക്കുന്ന തൻ്റെ കളിക്കൂട്ടുകാരൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പം സഹാബാക്കൾ റസൂൽ അവിടെ നിന്ന് ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നു നബി എഴുന്നേക്കാൻ കൂട്ടാക്കുന്നില്ല. റസൂൽ തേങ്ങി പ്രവാചകൻ കരയുകയാണ്. നബിൻ്റെ കണ്ണ് നിറയുന്നു, കവിള് നനയുന്നു, താടിരോമങ്ങൾ നനഞ്ഞു കുതിരുന്നു. ചെറിയ കുട്ടികളെപ്പോലെ പ്രവാചകൻ അവിടെ ഇരുന്ന് വാശി പിടിച്ച് കരയാൻ തുടങ്ങിയതാണ്. സഹാബാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, സ്വന്തം പിതൃവിൻ്റെ ശരീരം കണ്ട് അന്ന് റസൂൽ കരഞ്ഞതുപോലെ അതിനു മുമ്പോ അതിനുശേഷമോ റസൂൽ അങ്ങനെ കരയുന്ന നിങ്ങൾ കണ്ടിട്ടില്ല. സമാനതകളില്ലാത്ത സങ്കടത്തിലേക്ക് റസൂൽ വീണുപോയത് അവിടുന്നാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയില്ലേ? ഹംസയെ മറമാടുന്നതിന് മുമ്പ് റസൂൽ പറഞ്ഞത്, ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ കൈവച്ച് റസൂൽ പറഞ്ഞു, എന്നെങ്കിലും ഒരു നാൾ ഇത് ചെയ്ത ആളുകൾ എൻ്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. കാരണം മക്കൾ ഞാൻ ജയിച്ചടക്കുന്ന ഒരു കാലം വരും, അന്ന് ഇത് ചെയ്ത ആളുകൾ എൻ്റെ മുന്നിൽ വരും. റസൂൽ പറഞ്ഞത്, പടച്ചവനാണ് സത്യമെന്ന് മുഹമ്മദിന് പ്രതികാരം ചെയ്യും. എൻ്റെ പിതൃവനോട് ഈ അക്രമം ചെയ്തവർക്കെതിരിൽ നാളെ ഞാൻ ഇതുപോലെ പ്രതികാരം ചെയ്യുന്നു റസൂല് ശപഥം ചെയ്തിട്ടാണ് ഹംസ റളിയല്ലാഹുവിന്റെ ശരീരം മറമാടിയത്. പക്ഷേ പിന്നീട് മക്ക ജയിച്ചിടക്കിയ കാലത്ത് റസൂല് നല്ല പ്രതികാരം ചെയ്തോ? ഈ പറയുന്ന ഹിന്ദിനും ഈ പറയുന്ന ഭാഷയ്ക്കും റസൂൽ മാപ്പ് കൊടുത്ത ചരിത്രം ഉണ്ടോ? അത് വേറെ ചരിത്രമാണ്. ഏതായിരുന്നാലും ആ മരണപ്പെട്ട എല്ലാവരെയും ഇതിനകത്താണ് പിന്നെ മറമാടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് സലാം പറയുകയാണ് ചെയ്യുക. ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മൊത്തം 70 ആൾക്കാരില്ലേ, ആ 70 ആൾക്കാരിൽ 67 ആൾക്കാരെ വലിയ ഒരു കബർ എടുത്തിട്ട് ആ കബറിനകത്ത് ഒന്നിച്ച് മറമാടി. വലിയ കബർ പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? വലിയ കുഴിയെടുക്കുക, എന്നിട്ട് അതിൽ 67 ആൾക്കാരെ ഒന്നിച്ച് മറമാടി. അപ്പോൾ ആ 67 ആൾക്കാരെ കബറാണ് നമ്മൾ ഈ വാതിൽ കാണുന്നത്. ഈ വാതിലിനോട് അഭിമുഖമായിട്ട് ആ വലിയ കബറാണ് കാണുന്നത്. 67 ആൾക്കാർ. ബാക്കിയുള്ള 3 ആൾക്കാരുണ്ട്. ആ 3 ആൾക്കാർക്ക് പ്രവാചകൻ വേറെ തന്നെ കബർ ഒരുക്കി. അപ്പോൾ അവരെ കബറും ഈ മതിൽക്കെട്ടിൻ്റെ അങ്ങേ അറ്റത്ത് 2 കബറിൽ 3 ആളുകൾ കാണും. 2 കബറിൽ 3 ആളുകൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു കബറിൽ എത്ര ആളുണ്ട്? ഒരു കബറിൽ 2 ആള്, ഒരു കബറിൽ 1 ആള്. അപ്പോൾ ആ 2 കബർ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ 2 ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹുവും മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഇവരെ 2 ആൾക്കാരെയും ഒരു കബറിൽ കേട്ടോ, ഹംസ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഒരു കബറിൽ, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കബർ ഉണ്ടാക്കിയിട്ട് ആ കബറിൽ ഒരാളെ മാത്രം മറമാടി. അതിൽ വേറെ ആരും മറമാടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കബർ കൊടുത്തിരിക്കുന്ന ഒരു സഹാബിക്ക് മാത്രമാണ്. ആ സഹാബിയുടെ പേരാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു. മിസ്അബ് റളിയല്ലാഹുവിന് മാത്രം ഒരു കബർ കൊടുക്കാനുള്ള കാരണം എന്താ? ചിലർ ചോദിക്കും, എൻ്റെ പോലെ ഇവിടെ മറമാടായിരുന്നു, അവർക്ക് മാത്രം എന്താ ഒരു കബർ കൊടുത്തത്? അതിൻ്റെ കാരണം മനസ്സിലാകണമെങ്കിൽ ആരാണ് മിസ്അബ് എന്ന് മനസ്സിലാക്കണം. മിസ്അബ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉഹദ് യുദ്ധത്തിലെ മുസ്ലിങ്ങളുടെ പതാകവാഹകനായിരുന്നു. അങ്ങനെ പതാക പിടിച്ച് യുദ്ധം ചെയ്യുമ്പം മിസ്അബിൻ്റെ പതാക പിടിച്ച വലത് കൈ ശത്രുക്കൾ വെട്ടി. ആദ്യം ഈ വലത് കൈ വെട്ടിയപ്പം മിസ്അബ് പതാക ഇടത് കൈയിലേക്ക് പിടിച്ചു. അപ്പോൾ ശത്രുക്കൾ ഇടത് കൈ വെട്ടിയപ്പം മിസ്അബ് പതാക മുറിക്കൈകൾ കൊണ്ട് നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അപ്പോൾ ശത്രുക്കൾ നെഞ്ചിലാണ് കുന്തം കൊണ്ട് കുത്തുന്നത്. അങ്ങനെയാണ് മിസ്അബ് റളിയല്ലാഹു കമിഴ്ന്നടിച്ച് വീഴുന്നത്. അങ്ങനെ രക്തസാക്ഷിയായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം മറമാടാൻ വേണ്ടിയിട്ട്
കബറിലേക്ക് എടുക്കണം. അപ്പോൾ ആ സമയത്ത് ശരീരം പൂർണ്ണമായി മറക്കാൻ പറ്റുന്ന കഫം പുടവയായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ പുതപ്പ് മാത്രമേ ആകെ ഉള്ളൂ. ഈ പുതപ്പ് തലഭാഗത്തേക്ക് വലിക്കുമ്പോൾ മിസ്സബിന്റെ കാല് പുറത്തു വരും, കാൽഭാഗത്തേക്ക് വലിക്കുമ്പോൾ മിസ്സബിന്റെ തല പുറത്തു പോകും. തികയുന്നില്ല. നമ്മൾ സാധാരണ കഫം പുടവ 3 വേണമെന്നാ, 3 പോയിട്ട് 1 തികയുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ സഹാബാക്കൾ ചോദിച്ചു, നബിയെ നമുക്ക് കഫം പുടവ അതിന് തികയുന്നില്ല, നമ്മൾ എന്താ ചെയ്യാൻ? അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇദ്ഖിർ എന്ന് പേരുള്ള പുല്ല് വെട്ടിക്കൊണ്ടുവന്നോളൂ. നിങ്ങൾ പുല്ല് കണ്ട അവിടെ ആ നദിയിൽ കണ്ട വലിയ പുല്ലുണ്ടല്ലോ, അന്നൊക്കെ ഉണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, ആ നദിയിൽ വലിയ പുല്ലുണ്ടോ, അതാണ് ഇദ്ഖിർ പുല്ല്, അത് നിങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ സഹാബാക്കളൊക്കെ കൂടി നദിയിൽ ഇറങ്ങിയിട്ട് ആ ഇദ്ഖിർ പുല്ല്, നമ്മൾ വൈക്കോലൊക്കെ അരിയുന്നത് പോലെ സഹാബാക്കൾ ഇദ്ഖിർ പുല്ലൊക്കെ വെട്ടി താങ്ങി പിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ മിസ്സബ് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, മിസ്സബിന്റെ പുതപ്പ് തലഭാഗത്തേക്ക് വലിച്ചു വെച്ചോളൂ, അപ്പോൾ കാല് പുറത്തോ, ആ കാൽഭാഗത്തൊക്കെ നിങ്ങൾ ഇദ്ഖിർ പുല്ല് വെച്ച് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുല്ലാണ് പിന്നെ കാൽഭാഗത്തൊക്കെ കൂടി അതാണ് കെട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് മിസ്സബ് റളിയല്ലാഹു മയ്യത്ത് ഇങ്ങനെയാണ് മറമാണെന്ന് കബറിലേക്ക് കിടക്കുന്നത്. അദ്ദേഹം കബറിൽ ഇങ്ങനെ കിടക്കുന്നത് പകുതി പുല്ലും പകുതി പുതപ്പുമായി മിസ്സബ് ഇങ്ങനെ കബറിൽ കിടക്കുന്നത് കണ്ടിട്ട് റസൂൽ കബറിന്റെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. കണ്ണീർ വാർത്ത് കരഞ്ഞ റസൂൽ മിസ്സബിനെ വിളിച്ചു, മിസ്സബെ, മക്കയിൽ വെച്ച് ഞാൻ നിന്നെ കണ്ട ഒരു കാലമുണ്ടായിരുന്നു, അന്ന് നിന്നേക്കാൾ നല്ല വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യനെയും ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ തലമുടി പോലെ ഇത്രയും മനോഹരമായ തലമുടി ഒരാൾക്കില്ല. അറിയോ മിസ്സബിന്റെ ചരിത്രം? ഒരു കാലത്ത് സുഖലോലുപനായ രാജകുമാരനായ മിസ്സബ്, അദ്ദേഹത്തെ പോലെ സൗന്ദര്യമുള്ള, അദ്ദേഹത്തെ പോലെ വില കൂടിയ വസ്ത്രം ധരിക്കുന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി പറയാം, ഒരു കാലത്ത് മക്കയിൽ നീ അങ്ങനെ ജീവിച്ചത്, അപ്പം അങ്ങനെ ജീവിച്ച നീ ഇന്ന് കബറിൽ കിടക്കുമ്പോൾ നിന്റെ ശരീരം മറക്കാൻ വസ്ത്രം ഞാനൊക്കെ പറയുന്നത്, നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമുക്ക് എത്ര വസ്ത്രങ്ങളുണ്ടെന്ന്. ഇവർ പോയ സ്വർഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ, നമുക്കായിട്ട് വേറെ സ്വർഗമൊന്നുമില്ല. അപ്പോൾ ഇവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എല്ലാം കൊടുത്ത് മരിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണ വലുപ്പമുള്ള വസ്ത്രം പോലും ബാക്കിയില്ലാതെ അള്ളാഹുവിലേക്ക് പോയത് നമുക്ക് വലിയ പാഠമാണ്. അതാണ് മിസ്സബ് റളിയല്ലാഹു ഒരു കബർ കൊടുക്കാനുള്ള